മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ കാലങ്ങൾക്ക് മുമ്പ് അമൃത TV-യിൽ ഒരു ദിവസം മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും നമ്മുടെ വീട്ടിൽ പ്രായമായ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ മരണത്തോടടുക്കുമ്പോൾ മരിക്കുന്ന വേളയിൽ, അതുപോലെ മരിച്ചതിന് ശേഷം നമ്മൾ ജീവിച്ചിരിക്കുന്നവർ എങ്ങനെയാണ് അവരുടെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടത്, ഈ പ്രായമായവർ അവരുടെ മരണത്തെ നമ്മളുടെ മാർഗനിർദ്ദേശത്തിലൂടെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ അനുഭവത്തിലുണ്ടായ കുറേ തോന്നലുകൾ ഞാൻ പറയുകയുണ്ടായി. അമൃത TV-യിലെ 10 മിനിറ്റുള്ള ആ സന്ദേശം ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ മരണം, അതിനുശേഷം അച്ഛൻ്റെ മരണം, അതെങ്ങനെയാണ് ഞങ്ങൾ 6 മക്കൾ ഒരു തരത്തിൽ അഭിമുഖീകരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഞാൻ വിവരിച്ചത്. ആ വിവരണം കേട്ട്, രാവിലെ 7 തൊട്ട് 7:10 വരെയുള്ള വിവരണം കേട്ട് വളരെ പ്രഗത്ഭരായ 5-6 ഡോക്ടർമാർ അതേ ദിവസം രാവിലെ 8:30 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. ആ സന്ദേശം ചിലർക്ക് ചിലപ്പോൾ ദഹിച്ചു എന്ന് വരില്ല, എങ്കിൽ പോലും എല്ലാ പ്രഭാഷണത്തിലും എവിടെയെല്ലാം സാധിക്കുമോ അവിടെയെല്ലാം അന്ന് മരണത്തെക്കുറിച്ച്, മരണത്തെ അഭിമുഖീകരിക്കേണ്ടതിനെക്കുറിച്ച് കൊടുത്ത സന്ദേശം നിരന്തരം കൊടുക്കണമെന്ന് ആ ഡോക്ടർമാർ എൻ്റെ വീട്ടിൽ വന്ന് പറയുകയുണ്ടായി. അത് ഇന്ന് നിങ്ങളോട് പറയാൻ കാരണം, 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ, തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ കഴിയേണ്ട ഒരവസരം എനിക്കുണ്ടായി. അവിടെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ, എൻ്റെ അടുത്തുള്ള അയൽവാസികളുടെ ബന്ധുക്കൾ ICU-ൽ മരിക്കാനിടയായ സാഹചര്യം ഞാൻ കാണുകയുമുണ്ടായി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനിത് ഇപ്പോൾ നിങ്ങളോട് വിവരിക്കുന്നത്. മരണമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജനനമുള്ള എല്ലാത്തിനുമുണ്ട്. വൃക്ഷമായാലും, അതുപോലെ തന്നെ ചെറിയ സസ്യലതാദികളായാലും, ഒരു പുഴുവായാലും, ചിത്രശലഭമായാലും, വലിയ ജീവികൾ, ആനയായാലും, സിംഹമായാലും, പുലിയായാലും, കരടിയായാലും, മത്സ്യമായാലും, അമീബയായാലും, ഈസ്റ്റ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷേ മനുഷ്യർ മാത്രമാണ് മരണത്തെ വളരെ വളരെ ഭയാനകം എന്ന രീതിയിൽ അഭിമുഖീകരിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. അതിൽ മനുഷ്യരാശിയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരാണ് മരണത്തെ വളരെയേറെ ദുഃഖത്തോടു കൂടി അഭിമുഖീകരിക്കുന്നത് എന്ന് തോന്നുന്നു. അതിൽ ഒരു വിഭാഗം കേരളീയര് മരണമെന്ന് പറയുന്നത് തന്നെ ഭീകരമായ ഒന്നായിട്ട് സ്വയം കാണുകയും മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും വിറച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ആ മരണത്തെ 89, 90, 95 വയസ്സായാൽ പോലും തനിക്ക് മരണമുണ്ടെന്ന് വിശ്വസിക്കാൻ
ബുദ്ധിമുട്ടുന്ന, വിഷമിക്കുന്ന അനേകം വ്യക്തികളുടെ വരികൾ, വാക്കുകൾ കേൾക്കാൻ ഇടവരികയും ചെയ്തു കുറച്ചു കാലമായിട്ട്. പക്ഷെ ഒരു സത്യം, ഒരു ഫിലോസഫിയും ഒരു ആത്മീയതയും ഒരു തത്വശാസ്ത്രവും ഇല്ലാതെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കണം. മരണം എന്നുള്ളതുണ്ട്. ആ മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടവരാണ്. ജീവിച്ചിരുന്നിടത്തോളം കാലം അനുഭവിക്കേണ്ടതായ കുറേ അധികം നന്മകളും സന്തോഷം, സംതൃപ്തി, ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്നതെല്ലാം നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞാൽ ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുള്ളതുപോലെ നമുക്കും അവസാനമുണ്ട്. നമ്മുടെ ജീവിതത്തിനും അവസാനമുണ്ട്. ആ അവസാനം ഇനി ദുഃഖം എന്ന് തോന്നുന്നവർക്ക് ദുഃഖമായിരിക്കാം, വേദനയായിരിക്കാം. അത് ഒരു തരത്തിൽ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു നഷ്ടത്തോടുള്ള നമ്മുടെ വികാര വിക്ഷോഭങ്ങളാവാം. അതെല്ലാം മരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വസ്തുതയാണ്. പക്ഷേ അച്ഛൻ്റെ മരണം, അമ്മയുടെ മരണം, ബന്ധുക്കളുടെ മരണം മറ്റൊരാൾക്ക് ഭാരമാകുന്ന അവസ്ഥയിൽ എത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ലെന്ന് തോന്നുന്നു. നമ്മളുടെ അച്ഛൻ, അമ്മ മരിക്കുന്ന സമയത്ത്, മരിക്കാൻ പോകുന്ന സമയത്ത് ഏതൊരു ജീവിയും മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമത മരിക്കുന്നവർക്ക് ഉണ്ടാവും. മരണഭയമോ മരണത്തിൻ്റെ ദുഃഖമോ എല്ലാം ഉണ്ടാവും. അതിൻ്റെ സൃഷ്ടികർത്താവ് നമ്മളല്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷെ നമ്മൾ ചിലത് സൃഷ്ടിക്കുന്നുണ്ട്. വളരെ പ്രായമായ വ്യക്തി, വളരെ പ്രായമായ അമ്മ, വളരെ പ്രായമായ അച്ഛൻ, അവർക്ക് എന്തെങ്കിലും വയ്യ എന്ന് തോന്നുമ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുക. സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റ് ആശുപത്രികൾ ഈ വ്യക്തി മരിക്കുമെന്നറിഞ്ഞാൽ പോലും മിക്കവാറും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലിടും. വളരെ വൃദ്ധരായവർ പോലും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കോച്ചി വലിക്കുന്ന തണുപ്പ് AC ഉണ്ടാവും. വേണ്ടതിനും വേണ്ടാത്തതിനും മരുന്ന് കൊടുക്കും. ഒരു 100 കണക്കിന് ടെസ്റ്റുകൾ നടത്തും. അതിൻ്റെയും ICUവിൻ്റെയും വാടക, റെൻ്റ്, ചാർജ് ഇതെല്ലാം ഈ ബില്ലിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അവസാനം ആ വ്യക്തി മരിച്ചുപോയി എന്ന് വരാം. അപ്പൊ ഈ മരണത്തിന് വേണ്ടി ചെലവഴിച്ച 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം രൂപ അതില് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. മരണശേഷമുള്ള 10-12 ദിവസങ്ങളിലെ ക്രിയകള്, അതിനുവേണ്ടി ചെലവാക്കുന്ന പൈസയും കുറെ അധികം ഒഴിവാക്കാവുന്നതാണ്. ഈ 2 ചിലവുകൾ, മരണത്തെ അഭിമുഖീകരിക്കുന്ന വ്യക്തി, മരിക്കുന്ന വ്യക്തി, മരിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നത്, ഈ 3ഉം മരിക്കുന്നവൻ്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന മക്കളോ മരുമക്കളോ ബന്ധുക്കളോ അവരുടെ ജീവിതത്തിൽ ഒരു ഭാരമായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് 99% മരണവും വീടുകളിൽ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് 8-10 ദിവസം അവിടെ ICUവിൽ കിടത്തിയിട്ടുണ്ടാവുന്ന ചെലവുകൾ അന്നുണ്ടായിരുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല.
പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ അനുഭവത്തിൽ, എന്തിനാ ഈ എൻ്റെ അനുഭവം പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത്? ഒരുപക്ഷെ അടുത്ത് പറയാൻ പോകുന്ന വരികൾ കേൾക്കുമ്പോൾ തോന്നും ഇതെല്ലാം ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞ് യൂട്യൂബിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യാം. അവനവൻ്റെ കാര്യത്തിൽ വരുമ്പോൾ, സമൂഹം വിരൽ ചൂണ്ടി വിമർശിക്കുമ്പോൾ, ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്നവൻ്റെ വേദന ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സന്ദേശം തരുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഇത് കാണുന്നവരിൽ ചിലർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ, ഇത് ഞാനും എൻ്റെ സഹോദരി സഹോദരന്മാരും ജീവിതത്തിൽ പകർത്തിയ കാര്യമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള ഈ കാര്യം പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നത്, വളരെ വൃദ്ധരായി, അവർ വീട്ടിൽ നല്ല പരിചരണം അവർക്ക് കിട്ടിയിട്ടുണ്ട്, അവരുടെ ആഗ്രഹങ്ങളും അവരുടെ തോന്നലുകളുമെല്ലാം കഴിയുന്നത്രയും സഫലമാക്കാനും പൂർത്തീകരിക്കാനും ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ത്യയാത്രയാകാൻ വേണ്ടി ഒരുമ്പെടുന്ന അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ബന്ധുക്കള്, അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അസുഖമോ അല്ലെങ്കിൽ മാനസികമോ ശാരീരികമോ ആയ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഡോക്ടറെ കാണിക്കണം എന്നുള്ളതിന് യാതൊരു വിധത്തിലും രണ്ടഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്ന വ്യക്തികളുടെ അടുത്ത് ചോദിക്കേണ്ട പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ അവരെ അറിയിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛന് വയസ്സ് 84 അച്ഛന് ജീവിതത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ പരിചരിച്ചിട്ടുണ്ട്. അച്ഛനെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യമില്ലാതെ ICUവിലോ മറ്റോ ഇട്ട് ആവശ്യമില്ലാത്ത ടെസ്റ്റുകളെല്ലാം നടത്തി ആവശ്യമില്ലാത്ത ഇഞ്ചക്ഷനും ഡ്രിപ്പും എല്ലാം കൊടുത്ത് ആവശ്യമില്ലാത്ത വിധത്തിലുള്ള ഒരു ചികിത്സയും വേണ്ട. അതേ സമയത്ത് വാർദ്ധക്യത്തിൻ്റെയും മരണത്തിൻ്റെയും അന്ത്യയാമങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ശ്വാസം മുട്ടല്, ശ്വാസതടസ്സം, അതുപോലെ ഉണ്ടാവാൻ സാധ്യതയുള്ള ശാരീരിക വേദന, അതുപോലെ ഉണ്ടാവാൻ സാധ്യതയുള്ള വിശപ്പ്, 3 എണ്ണം. 1 ശ്വാസതടസ്സം, 2 ശാരീരിക വേദന, 3 വിശപ്പ്. ഇത് 3ഉം ഉണ്ടാകാൻ ഒരു കാരണവശാലും അവസരം നൽകാത്ത വിധത്തിലുള്ള മരുന്ന് മരണം വരെ ഉള്ളത് തീർച്ചയായിട്ടും തരണമെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ ആശുപത്രിയിൽ കിടത്തി ഒരു മനുഷ്യനും കാണാൻ പറ്റാത്ത വിധത്തിൽ ICUവില് ഈ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ആധിപത്യത്തിലോ നിയന്ത്രണത്തിലോ ഓർഡറിലോ ഇൻസ്ട്രക്ഷനിലോ ജീവിച്ച് മക്കളെ പോലും കാണാൻ പറ്റാതെ അവിടെ കിടന്ന് മരിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ആ ഡോക്ടറുടെ ഉപദേശപ്രകാരം ഇനി പ്രത്യേകിച്ച് ചികിത്സിക്കാനൊന്നുമില്ല. ഇനി അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ പരിചരണമാണ്. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ നല്ല രീതിയിൽ നോക്കുക, കഞ്ഞി കൊടുക്കുക, ശ്വാസതടസ്സമോ ശരീരവേദനയോ വിശപ്പോ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വിധത്തിലുള്ള മരുന്നുകൾ ഇത് തന്നിട്ടുണ്ട്. ശ്വാസതടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ഇത് കൊടുക്കുക, വേദന ഉണ്ടാവുകയാണെങ്കിൽ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞ് അതിനാവശ്യമുള്ള മരുന്നുകൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി നമ്മളുടെ പരിചരണത്തില്, നമ്മളുടെ സാന്നിധ്യത്തില് മക്കളുടെ കൈപിടിച്ച് മക്കളുടെ ഉപദേശങ്ങൾ കേട്ട്, അതുപോലെ ഇതിപ്പോൾ പറഞ്ഞത് കൂടാതെ സാധിക്കുമെങ്കിൽ 24 മണിക്കൂറും ഭഗവത്ഗീത അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ രാമായണം ഇങ്ങനെയുള്ളത് ഇന്ന് CD-യിൽ അവൈലബിൾ ആണ്, ഓഡിയോ CD-യിൽ അവൈലബിൾ ആണ്. അത്
കേൾപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതാത് മതത്തിൽപ്പെട്ടവർക്ക് എന്താണോ കേൾപ്പിക്കാൻ താല്പര്യം അത് കേൾപ്പിച്ചുകൊണ്ട് ആ ജീവിതാന്ത്യത്തിലെ ഓരോ ദിവസവും കേൾപ്പിക്കാനുള്ളത് കേൾപ്പിക്കുക. അല്ല അവർക്ക് ടിവിയോ മറ്റോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ അവർക്കിഷ്ടമുള്ളത് കാണിക്കാൻ പാകത്തിനൊരു TV ആ മുറിയിൽ വെച്ചു കൊടുത്ത് ആ ജീവിതാന്ത്യത്തെ ധന്യമാക്കി മക്കളുടെ മുമ്പിലും കൊച്ചുമക്കളുടെ കൂട്ടത്തിലും ഇരുത്തി അല്ലെങ്കിൽ കിടത്തി അവരെ തലോടിക്കൊണ്ട് അവരോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ ഉണ്ട് അച്ഛാ കൂടെ, ഞാൻ ഉണ്ട് അമ്മേ എന്ന് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട എന്താണോ ആഗ്രഹമുള്ളത് അത് കൊടുത്ത് അവരുടെ കണ്ണടയുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനേക്കാളും ധന്യമായൊരു മരണം പിതാവിനും മാതാവിനും കൊടുക്കാൻ മക്കൾക്ക് വേറെ വഴിയുണ്ടോ? മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കുക, മരിക്കുന്നത് വരെ ഈ സ്വലേ എന്നൊരു ചിത്രമുണ്ട്, സ്വന്തം ലേഖകൻ. അതില് നെടുമുടി വേണുവാണ് മരിക്കുന്ന ഒരു പ്രഗത്ഭനായിട്ട് അഭിനയിക്കുന്നത്. അയാൾ മരിക്കാൻ വേണ്ടി ചുറ്റും കൂടിയിരുന്നവര് പ്രാർത്ഥിക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. മരിക്കാൻ വേണ്ടി അന്ത്യത്തില് ആ സിനിമാ കഥയില് ഒരാള് ഓക്സിജൻ എടുത്ത് മാറ്റുകയാണ് മൂക്കിൽ നിന്ന്. അത് മാറ്റിയതോടുകൂടി മരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ജീവിതഗന്ധിയായ ഒരു സിനിമയാത്. അപ്പൊ ആ ഓക്സിജൻ വെച്ചിട്ടാണ് ഈ 10-15 ദിവസം വേണ്ടാത്ത മരുന്നുകളും കൊടുത്ത് അയാളുടെ സ്വബോധം പോലും ഇല്ല, കണ്ണുപോലും തുറക്കണില്ല, വെറുതെ ജീവനില്ലാത്ത ശരീരത്തിൽ ആർട്ടിഫിഷ്യലി ജീവൻ കുറെ നേരവും കൂടി നിലനിർത്തിയിട്ട് എന്ത് കിട്ടാനാണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യം ആ സിനിമയിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഉത്തരം. അപ്പോ നമ്മളുടെ വീട്ടില് ഡോക്ടർമാരുടെ, പ്രഗത്ഭരായ ഡോക്ടർമാരുടെ അഭിപ്രായത്തിന് വിധേയമായിട്ട് അവർ ജീവിക്കുന്നിടത്തോളം ലാസ്റ്റ് നിമിഷം വരെ നമ്മുടെ വീട്ടില്, നമ്മുടെ പരിചരണത്തില്, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തില്, നമ്മൾ കേൾപ്പിക്കുന്ന മന്ത്രതന്ത്രങ്ങളില്, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള കാഴ്ചകളില് അതില് മുഴുകി മരണത്തെ സന്തോഷത്തോടുകൂടി അഭിമുഖീകരിക്കാൻ അവസരമുണ്ടാക്കുന്നതിന് പകരം 24 മണിക്കൂറും സൂര്യോദയവും സൂര്യാസ്തമയവും കാണാതെ, തുറന്ന അന്തരീക്ഷം പോലും കാണാൻ ഭാഗ്യമില്ലാതെ, അല്ല സന്തോഷകരമായ വായു ശ്വസിക്കാൻ പോലും ഭാഗ്യം കിട്ടാതെ ഈ മരുന്നുകളും വേണ്ടാത്തതും ഇഞ്ചക്ട് ചെയ്തും അല്ലെങ്കിൽ വായിലൂടെയും അകത്ത് കൊടുത്ത് 1-ാം തീയതി മരിക്കേണ്ട ആളുടെ ജീവനെ 15-ാം തീയതി വരെ നീട്ടിക്കൊണ്ടുപോയിട്ട് ആ 15 ദിവസത്തേക്ക് 2.5-3-4 ലക്ഷം രൂപ കൊടുത്ത് അത് ചിലപ്പോൾ കെട്ടുതാലി പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണയം വെച്ചിട്ടോ ആയിരിക്കും ആ പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസ ചെലവഴിച്ച് അച്ഛൻ മരിച്ചും കഴിഞ്ഞ് ഏത് മക്കൾക്കും ഏത് ബന്ധുക്കൾക്കും അറിഞ്ഞോ അറിയാതെയോ ആദ്യം തോന്നാൻ സാധ്യതയുള്ള ഒന്നാണ് വെറുതെ ഇത്രയും രൂപ വേസ്റ്റാക്കി എന്നിട്ട് അച്ഛൻ മരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളത്. ഇത് പ്രായമാകാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരണമല്ല ഞാൻ നൽകുന്നത്. 80, 85, 88, 90 എല്ലാം വയസ്സായി ഇനി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാരുടെ കൺഫർമേഷൻ കിട്ടിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോ ആ 90, 95 വയസ്സായ വ്യക്തികള്, മരണത്തിന്റെ ലക്ഷണം കാണിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ ഈ 1 ആഴ്ചയോ 1.5 ആഴ്ചയോ ഒക്കെ അകത്ത് കയറ്റിയിടുന്നത്. അപ്പോ മരണത്തിന് വേണ്ടിയിട്ടുള്ള ചെലവാണത്, എക്സ്പെൻഡിച്ചർ ഫോർ ഡെത്ത്. പിന്നെ ആ ഡെഡ് ബോഡി വിട്ട് കിട്ടാൻ ഇത്രയും എമൗണ്ട് അടയ്ക്കണം. അടയ്ക്കുന്ന വ്യക്തിയുടെ മാനസിക വികാരമൊന്ന് ഓർമ്മിച്ചു നോക്കുക. 2.5 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ഡെഡ് ബോഡി വിട്ടു തരില്ല എന്ന് ആശുപത്രിക്കാരുടെ നിയമമുള്ളത് കൊണ്ട് അവിടെ വാദിക്കാനും ജയിക്കാനും ഒന്നും സാധിക്കുകയില്ല.
ആ അച്ഛനെ കൊണ്ടുവന്ന് പിന്നെ 10 ദിവസം വീട്ടില് അന്ത്യകർമ്മങ്ങൾ നടത്തി അതിനോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളുടെ ചെലവുകൾ വേറെ. അത് പിന്നെ അവരവർ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ, എത്ര വേണം എത്ര വേണ്ട എന്നുള്ളത്. അവിടെ പോലും ഒരു വിഭവ സമൃദ്ധമായ സദ്യയും അസ്ഥി സഞ്ചയനത്തിന് ചിക്കനും മട്ടണും കൊടുക്കുന്ന ലെവലിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു ഹൈന്ദവ ആചാരങ്ങള്. അതും എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ ഇവിടെയെല്ലാം വേണ്ടത് ഒഴിവാക്കാൻ പറ്റാത്തത്, നമ്മുടെ ആചാരപ്രകാരമുള്ളത് ഇടക്കാലത്ത് തിരികെ കയറ്റിയ അന്ധവിശ്വാസവും ദുരാചാരങ്ങളും ഇല്ലാത്തത് വളരെ ശാന്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതേ ചെയ്യുള്ളൂ എന്ന് ശഠിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഭയപ്പെടാറുള്ളത് സമൂഹം എന്ത് പറയും എന്നുള്ളത് ചോദിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് സമൂഹമല്ലല്ലോ നമ്മളുടെ ചെലവ് നോക്കുന്നത്. സമൂഹത്തിൽ ആർക്ക് എന്ത് വേണമെങ്കിലും പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം അവര് നമ്മൾ നല്ലത് ചെയ്താലും പറയും, ചീത്ത ചെയ്താലും പറയും, ചെയ്യേണ്ടത് ചെയ്താലും പറയും, ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലും പറയും. ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതെല്ലാം പറയാനുള്ളവരുടെ സ്വാതന്ത്ര്യം അല്ലേ? എടുക്കാനോ എടുക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്കല്ലേ ഉള്ളത്? ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കലല്ലേ നല്ലത്? മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അനാദികാലം മുതൽക്ക് ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ധരിക്കുന്നതും അബദ്ധമല്ലേ? ഇനി ആരെങ്കിലും പറഞ്ഞാൽ തന്നെ 1, 2, 3 ദിവസം പറയും. അത് കഴിഞ്ഞാൽ അവര് നിർത്തും. അവര് പറയുന്നത് തന്നെ കാഷ്വൽ ടോക്കാണ്. അല്ലെങ്കിൽ അവര് പറയുന്നത് എടുത്തിട്ടൊന്നുമല്ല ചിത്രഗുപ്തനും യമധർമ്മരാജാവും ശിക്ഷ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ ഈശ്വരൻ രക്ഷ തീരുമാനിക്കുന്നതും. ഓരോ വ്യക്തികൾക്കും അവനവന്റെ സ്വാതന്ത്ര്യം ഇല്ലേ? ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. വിമർശിക്കാനോ തിരുത്താനോ അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്തിക്കാനോ ഉള്ള അഭിപ്രായം ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അതിൽ നമ്മൾ ഇത്ര വേവലാതിപ്പെട്ട് അച്ഛനെ ജീവിതാന്ത്യത്തിൽ, അമ്മയെ ജീവിതാന്ത്യത്തില് കുറേ കാലം കൊണ്ടുപോയി ആശുപത്രിയിൽ നരകിപ്പിച്ച് മരണത്തിന്റെ ഡേറ്റ് പോലും പോസ്റ്റ്പോൺ ചെയ്യിച്ച് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ച് അതിന് അവരനുഭവിക്കുന്ന വേദന ഒന്ന്, നമ്മൾ അനുഭവിക്കുന്ന 2 തരത്തിലുള്ള വേദന. സമയമില്ല, ഓഫീസിൽ നിന്ന് ലീവില്ല, മക്കളുടെയും ഭാര്യയുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും കാര്യം നോക്കാനുള്ള സമയമില്ല. അവസാനം ഈ മക്കളോ മരുമക്കളോ ഈ മരിക്കാൻ പോകുന്ന ആള് മരിച്ചാ മതി എന്ന് പറഞ്ഞ് വഴിപാട് നടത്തേണ്ട ഗതികേടിലേക്ക് എത്തിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? എന്തിനാ അതിലേക്ക് പോകുന്നത്? അതില് ഇങ്ങനെ ഒരു ചെറിയ സജഷൻ നിങ്ങൾക്ക് തരാൻ പൂർണ്ണമായ അവകാശം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് തന്നത്. വീണ്ടും ഞാൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുകയാണെന്ന് ധരിക്കരുത്. എൻ്റെ അമ്മ 78ാമത്തെ വയസ്സിൽ തീരെ സുഖമില്ലാതെ തൃപ്പൂണിത്തുറയിലെ ദേവി ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ചെയ്തപ്പോൾ ആദ്യം ഡോക്ടറോട് ഞങ്ങൾ 5 പേരും ചോദിച്ചത്, അമ്മയ്ക്ക് അത്യാവശ്യമുള്ള മരുന്ന് കൊടുത്താൽ മതി, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കിയാൽ മതിയെങ്കിൽ അത് പറയുക, ആവശ്യമില്ലാത്ത യാതൊരു മരുന്നും കൊടുക്കണ്ട, പക്ഷേ അമ്മയുടെ ആരോഗ്യവും അമ്മയുടെ ജീവനും ആരോഗ്യപരമായ രീതിയിൽ കുറെ കാലം നിലനിൽക്കുമെങ്കിൽ വേണ്ടതെല്ലാം ചെയ്തോളാം. അന്ന് ആ ഡോക്ടർ പറഞ്ഞത്, ഇതാണ് മക്കളുടെ ധർമ്മം, ഇനി അമ്മയ്ക്ക് കൂടുതൽ ആയുസ്സൊന്നും ഇല്ല, കൂടി വന്നാൽ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം അമ്മ യാത്രയാവുകയാണ്, ഭംഗിയായിട്ട് പരിചരിക്കുക. അപ്പോഴും ഞങ്ങൾ പറഞ്ഞ വരി ഇതാണ്, ശ്വാസതടസ്സം ഉണ്ടാവരുത്, വേദന ഉണ്ടാവരുത്, വിശപ്പുണ്ടാവാത്ത 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് സജഷൻ തരണം. അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി 24 മണിക്കൂറും ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും രാമായണവും വെച്ച് ശാന്തമായി ഞങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് അമ്മ യാത്രയായത്. വിത്തിൻ 14 ഡേയ്സ് അച്ഛനും യാത്രയായത്. അച്ഛന് തലച്ചോറിൽ ബ്രെയിൻ ഹെമറേജ് വന്നു. അച്ഛൻ പലതും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. 84 വയസ്സായിട്ടുള്ള അച്ഛനെയും തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഞങ്ങൾ വീട്ടിൽ ചികിത്സിച്ചു. ആ ആശുപത്രിയിൽ 1 ദിവസം 2 ദിവസമേ കിടന്നുള്ളൂ. വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ തന്നെ
ഞങ്ങൾ വിചാരിച്ചു ഓരോരുത്തരും മാറി മാറി ലീവ് എടുക്കണമെന്ന്. 2 ദിവസം അച്ഛൻ കിടന്നുള്ളൂ, അച്ഛൻ യാത്രയാവുകയും ചെയ്തു. ഇങ്ങനെ ഒരു അനുഭവത്തിൻ്റെ സംതൃപ്തി അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. സന്തോഷമല്ല, ആ ആശുപത്രിയിൽ കിടന്ന് വേണ്ടാത്ത ഇഞ്ചക്ഷൻ എടുത്ത് ഡ്രിപ്പ് കൊടുത്തിട്ട് കയ്യും കാലും കെട്ടിയിട്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് മരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കാത്ത മക്കളുടെ സ്നേഹം നെഗറ്റീവായിട്ട് പ്രകടിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മരണത്തെ ഏതാനും ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ട് അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹം പ്രകടിപ്പിച്ചു എന്നുള്ള രീതിയിൽ സമൂഹത്തെ ഭയന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ പറ്റിക്കുകയാണ്, നമ്മളെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മരണം എന്നുള്ളതിനെ മാറ്റാൻ സാധ്യമല്ല. ആ മരണം എന്നുള്ളത് എത്രത്തോളം സന്തോഷകരമാക്കാൻ സാധിക്കുമോ അത്രയും സന്തോഷകരമാക്കി മരിക്കുന്ന ആൾക്കും ജീവിക്കുന്ന ആൾക്കും മാറ്റാം. ഇല്ലാത്ത, തടയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാലം മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ മരണം എന്നുള്ളത് ഓർമ്മിക്കാം. അത് അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല മരണം, നമുക്കും മരണമുണ്ട്, നമ്മുടെ മക്കൾക്കും മരണമുണ്ട്. അത് വാർദ്ധക്യത്തിലൂടെയുള്ള മരണമാണെങ്കിൽ അതിൽ കുറച്ച് വേദനകൾ അനുഭവിക്കേണ്ടിയും വരും. ആക്സിഡൻറ്റിലൂടെ പെട്ടെന്ന് തീരുകയാണെങ്കിൽ, ഹാർട്ട് അറ്റാക്കിലൂടെ പെട്ടെന്ന് തീരുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാത്ത മരണങ്ങളെ, മരണത്തിൻ്റെ ദിവസത്തെ ഏതാനും ആഴ്ചകളോ ദിവസങ്ങളോ പോസ്റ്റ്പോൺ ചെയ്യിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ മരുമക്കളോ എടുക്കുന്ന ഭാരത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും വളരെ ലളിതമായ രീതിയിൽ ആ മരണത്തിന് മുൻപും മരണസമയത്തും മരണത്തിന് ശേഷവുമുള്ള കാര്യങ്ങൾ ചെയ്ത് വേണ്ടാത്തതായിട്ടുള്ള എക്സ്പെൻഡിച്ചറുകൾ, ചെലവുകൾ അതൊരു ഭാരമാണെന്ന് തോന്നുന്ന വിധത്തിലേക്ക് എത്താത്ത വിധത്തിൽ ആ മരണം ജീവിതത്തിൻ്റെ 16ാമത്തെ സംസ്കാരമാണ്. ഷോഡശ സംസ്കാരങ്ങളിൽ 16ാമത്തെ അടിയന്തരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ ജാതകർമ്മം നടത്തുന്നത്, അന്നപ്രാശനം നടത്തുന്നത്, നാമകരണം നടത്തുന്നത്, എങ്ങനെയാണോ വിവാഹം നടത്തുന്നത്, എങ്ങനെയാണോ ഒരു ഗൃഹപ്രവേശം നടത്തുന്നത്, എങ്ങനെയാണോ നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ തറക്കല്ലിട്ട് വീടിൻ്റെ പണി തുടങ്ങുന്നത്, അങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഒരു അവസാനത്തെ കർമ്മമായ അന്ത്യേഷ്ടി എന്ന മരണത്തിനെ അഭിമുഖീകരിക്കുന്ന വേളയിൽ അത് വേണ്ടാത്ത ഒരു എക്സ്പെൻഡിച്ചർ, ചെലവിനുള്ള വഴി നമ്മൾ തന്നെ സമൂഹത്തെ ഭയന്ന് ആർട്ടിഫിഷ്യലായിട്ട് മറ്റുള്ളവരുടെ വിമർശനങ്ങളെ ഭയപ്പെട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരോടും പറയണം. വാർദ്ധക്യത്തിൻ്റെ പരമകാഷ്ഠയിൽ മക്കളുടെ അടുത്തിരുന്ന് മക്കളുടെ തലോടലേറ്റ് മക്കള് മരിക്കുന്ന വ്യക്തിക്ക് ചോറ് വായിൽ കൊടുത്ത് ആ കയ്യും വായും കഴുകി എങ്ങനെയാണോ നമ്മളെ നമ്മുടെ അച്ഛനമ്മമാർ ചെറുപ്പത്തിൽ സംരക്ഷിച്ചത്, ശിശുവായിരിക്കുമ്പോൾ സംരക്ഷിച്ചത്, അതിന് തിരിച്ചു കൊടുക്കേണ്ട പിതൃഋണം, അച്ഛനമ്മമാരോടുള്ള കടപ്പാട്, അവരുടെ വാർദ്ധക്യത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന് അവരുടെ കൈപിടിച്ച് അവരോട് തമാശ പറഞ്ഞ് അവരെ ചിരിപ്പിച്ച ഇതുപോലെയുള്ള ഒരു മകനെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യമാണെന്ന് മരിക്കാൻ പോകുന്ന മാതാപിതാക്കളുടെ മനസ്സിലൊരു തോന്നലുണ്ടാക്കി ഇതുപോലൊരു അമ്മയെയും അച്ഛനെയും ഇങ്ങനെ പരിപാലിക്കാൻ അവസരം കിട്ടിയത് മക്കളുടെ ഭാഗ്യമാണെന്ന് മക്കൾക്ക് തോന്നലുണ്ടാക്കിക്കൊണ്ട് ആ മരണം അവരുടേതായാലും നമ്മുടേതായാലും ജീവിച്ചിരിക്കുന്നവർക്കൊരു ഭാരമാകാത്ത വിധത്തിൽ അത് ജീവിതത്തിൻ്റെ ഭാഗവും അല്ലെങ്കിൽ പരിചരിച്ച് യാത്രയാക്കൽ ജീവിതത്തിൻ്റെ ഭാഗ്യവുമാക്കിക്കൊണ്ട് അവരെ യാത്രയാക്കാൻ സാധിക്കുന്ന മലയാളി മനസ്സായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിലെ ജനത പറയുന്ന അഭിപ്രായത്തിനെ മുൻവിധിയോടുകൂടി കണ്ടതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് ഏതാനും ദിവസം മരണത്തെ അകറ്റി നിർത്താനുള്ളൊരു ചടങ്ങ് നമ്മുടെ പൈതൃകത്തിൽ ഇല്ലാത്തത്, ഇന്നത്തെ ജീവിതത്തിൽ കുത്തിച്ചേർത്തത് നമ്മളുടെ ജീവിതത്തിൽ വരാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിച്ചതും കണ്ടതും കേട്ടതും ചേർത്ത് എൻ്റേതായിട്ടുള്ള ഈ തോന്നലുകൾ
നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചതാണ്. പ്രണാമം, നമസ്കാരം.